വാർത്തകളിലേക്ക് തിരികെ എത്തുന്നു. പ്രൊഫസർ M.K. സാനുവിന് സാംസ്കാരിക കേരളത്തിന്റെ യാത്രാമൊഴി. ഔദ്യോഗിക ബഹുമതിയോടെ രവിപുരം ശ്മശാനത്തിൽ അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായി. മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം നൂറുകണക്കിന് ആളുകൾ അന്ത്യാഞ്ജലി അർപ്പിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖം വെല്ലുവിളി തീർത്തിരുന്നെങ്കിലും അപ്രതീക്ഷിതം തന്നെയായിരുന്നു സാനുമാഷിന്റെ വിയോഗം. നിരൂപണത്തിന്റെ ഭാഷയ്ക്ക് മറ്റൊരു മാനം നൽകിയ ആ പ്രതിഭ അവസാനമായി കാരിക്കാമുറിയിലെ ബസ്തിയിലേക്കെത്തിയപ്പോൾ ഓടിയെത്തിയത് അനവധി പേർ. സാനുമാഷിൻ്റെ മാനസിക ശിഷ്യന്മാരാകാത്തവരാരും മലയാള ഭാഷ കൈകാര്യം ചെയ്യുന്നവരുടെ കാര്യം കൂട്ടത്തിലുണ്ടാവില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിലൂടെയാണ് അദ്ദേഹത്തെ കൂടുതൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ഏറ്റവും ലളിതമായ ഭാഷയിൽ എഴുതുകയും പ്രസംഗിക്കുകയും ചെയ്യുക, എഴുത്ത് ഒരു ഒഴുക്കാണ്. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളും അതുപോലെ തന്നെ ഒരു ഒഴുക്കാണ്. നമ്മുടെ മനസ്സിലേക്ക് കടന്ന് അവിടെ പാർപ്പുറപ്പിക്കുന്ന തരത്തിലാണ് ആശയങ്ങൾ സാനുമാഷ് ആവിഷ്കരിക്കാറുള്ളത്. ജീവിതത്തിൽ അദ്ദേഹം പാലിക്കുന്ന അച്ചടക്കം അപ്പോൾ ഒരു അത്ഭുത പ്രതിഭാസമാണ് സാനുമാഷ്. നമ്മൾ അദ്ദേഹത്തിന് ശേഷം ജീവിച്ചിരിക്കുന്നവർ അദ്ദേഹം എങ്ങനെ ജീവിച്ചു എന്നുള്ളതിൽ നിന്ന് ഉൾക്കൊള്ളേണ്ട പാഠങ്ങൾ ഉൾക്കൊള്ളണം. സാംസ്കാരിക കേരളത്തിന്റെ നിറസാന്നിധ്യമായിരുന്ന സൗമ്യമുഖത്തെ ഒരു നോക്ക് കാണാൻ ടൗൺ ഹാളിലേക്ക് ഇരച്ചെത്തി അനേകം പേർ. പതിഞ്ഞ ശബ്ദത്തിൽ ഏറ്റവും ഗൗരവമായ വിഷയങ്ങളെക്കുറിച്ച് ഏറ്റവും നൂതനമായ നിലപാടുകളിലൂടെയും ഏറ്റവും നൂതനമായ കാഴ്ചപ്പാടുകളിലൂടെയും കേൾക്കുന്നവരെ നിരന്തരം തിരുത്തുകയും നിരന്തരം പരിഷ്കരിക്കുകയും കേൾക്കുന്നവരുടെ ഭാവുകത്വത്തിന് പുതിയ കാലങ്ങളിലേക്ക് ആനയിക്കുകയും ചെയ്യുന്ന വാക്കുകളായിരുന്നു അദ്ദേഹത്തിൻ്റെത്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം തീർച്ചയായും മലയാളത്തിന്, കേരളത്തിന്, ഈ ഭാഷയെ സ്നേഹിക്കുന്നവർക്ക്, ഈ സംസ്കാരത്തിനെ സ്നേഹിക്കുന്നവർക്ക് വലിയ നഷ്ടം തന്നെയാണ്. കേരള ജനതയ്ക്ക് എന്നും M.K. സാനു എന്നാൽ ഗുരുതുല്യനാണ് തങ്ങളുടെ പ്രിയപ്പെട്ട സാനുമാഷ്. ആരാധനയോടുകൂടി ഹൃദയത്തിൽ സൂക്ഷിച്ചിട്ടുള്ള ഞങ്ങളുടെ ഗുരുനാഥനാണ്. എല്ലാ പരിപാടികൾക്കും ഞങ്ങൾ ഒരുമിച്ച് പങ്കെടുക്കും. ഈ അസുഖമായി കിടക്കുന്നതിന് തൊട്ടു മുമ്പ് വരെ ഒരുമിച്ച് പരിപാടിയിൽ പങ്കെടുക്കുകയും എല്ലാ കാലത്തും ഞങ്ങൾക്കെല്ലാം വാത്സല്യവും സ്നേഹവും അനുഗ്രഹവും പകർന്നു തന്നിട്ടുള്ള സാനുമാഷാണ്. അദ്ദേഹത്തിന് പ്രായമൊക്കെ ആയി, ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. പക്ഷേ നമുക്ക് വേർപാട് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത, വേറിട്ട് പോയി എന്ന് നമുക്ക് തോന്നാത്ത തരത്തിലുള്ള ഒരു സാമീപ്യമാണ് അദ്ദേഹം ഇത്രയും വർഷക്കാലം ഞങ്ങൾക്ക് തന്നത്. കേരളം കണ്ട പ്രഗത്ഭനായ പ്രാസംഗികൻ മൺമറയുമ്പോൾ കാതുകളിൽ മുഴങ്ങിയത് സാനുമാഷ് ഉയർത്തിയ ദാർശനികതയുടെ ശബ്ദം. ഏറെക്കാലത്തെ ആഴത്തിലുള്ള ബന്ധമാണ്. നമ്മുടെ കേരളത്തിൻ്റെ ഒരു നാവായിട്ടാണ് മാഷ് നിലകൊണ്ടിരുന്നത്. ഏത് സാമൂഹിക പ്രശ്നമാകാം, അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രശ്നമാകാം, അത്തരം കാര്യങ്ങളിലെല്ലാം വളരെ അവധാനതയോടുകൂടി ചിന്തിച്ച് ശരിയായ നിലപാടുകൾ സ്വീകരിക്കാൻ മാഷ്ക്ക് എപ്പോഴും കഴിഞ്ഞിരുന്നു. കേരളത്തിൻ്റെ ഒരു മതനിരപേക്ഷ പുരോഗമന മനസ്സിൻ്റെ യഥാർത്ഥ പ്രതീകമായിരുന്നു സാനുമാഷ് എന്നുള്ളത്. എറണാകുളത്ത് മാഷ് പ്രസംഗിക്കാത്ത തെരുവുകൾ പോലും ഉണ്ടാകില്ല എന്ന് പറയാം. ആര് വിളിച്ചാലും ഏത് വിഷയത്തെ സംബന്ധിച്ചും സംസാരിക്കാൻ കഴിഞ്ഞിരുന്നു. വലിയ നികത്താനാവാത്ത, അല്ലെങ്കിൽ പകരം വയ്ക്കാനാവാത്ത ഒരു നഷ്ടമാണ് മാഷ് വിയോഗത്തിലൂടെ ഉണ്ടായിട്ടുള്ളത്. സാഹിത്യരംഗത്തെ ഹിമവൽ സാനുവിന്റെ ഓർമ്മകൾക്ക് മരണമില്ല. സാനുമാഷ് പകർന്ന അറിവുകൾക്കും. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.